ഹനുമാൻ സ്വാമിയെ ഇങ്ങനെ പ്രാർത്ഥിച്ചോളൂ, ഫലം വായുവേഗത്തിൽ. സപ്ത ചിരഞ്ജീവികളിൽ ഒരാളും തീവ്ര ശ്രീരാമ ഭക്തനുമാണ് ഹനുമാൻ സ്വാമി. ഭഗവാൻ ശിവശങ്കരന്റെ അവതാരമാണ് ഹനുമാൻ സ്വാമിയെന്ന് ശിവപുരാണത്തിൽ പറയുന്നുണ്ട്. വായുപുത്രനായ ഹനുമാൻ ധൈര്യത്തിന്റെയും ശക്തിയുടെയും ഉത്തമഭക്തിയുടെയും പ്രതീകമാണ്. ഹനുമാൻ പ്രതിഷ്ഠയുള്ള ക്ഷേത്രദർശനം നടത്തി യഥാവിധി വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ ഫലം ഏറെയാണ്. ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയാൽ തന്നെ ശത്രുദോഷങ്ങൾ അകലും. ശനിദശാകാലത്തും 7.5 ശനി, കണ്ടകശനി, അഷ്ടമശനി എന്നീ ദോഷകാലങ്ങളിലും ഹനുമാൻ സ്വാമിയെ വണങ്ങിയാൽ ദോഷകാഠിന്യം കുറയുമെന്നാണ് വിശ്വാസം. ഹനുമാൻ സ്വാമിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടാണ് വെറ്റില സമർപ്പണം. കാരണം രാമന്റെ വിജയം ആദ്യം സീതയെ അറിയിച്ചത് ഹനുമാനാണ്. ആ വാർത്ത കേട്ട് സന്തോഷത്തോടെ സീത അടുത്തുണ്ടായിരുന്ന വെറ്റിലകൾ പറിച്ച് ഹാരമാക്കി ഹനുമാനെ അണിയിച്ചു എന്നാണ് പറയപ്പെടുന്നത്. വെറ്റിലമാല സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ സർവകാര്യ വിജയവും സമൃദ്ധിയുമാണ് ഫലം. നെയ്വിളക്ക് സമർപ്പിക്കുന്നതും ഉത്തമമാണ്. രോഗദുരിതങ്ങൾ തീരാൻ തുളസിമാല സമർപ്പണം ഉത്തമമത്രേ. കദളിപ്പഴം നിവേദ്യമായി സമർപ്പിക്കാവുന്നതാണ്. ഹനുമാന്റെ ജന്മനക്ഷത്രമായ മൂലം നാളിൽ ക്ഷേത്രദർശനം നടത്തി പ്രാർത്ഥിച്ചാൽ സർവ്വവിധ ദോഷങ്ങളും അകന്ന് സർവകാര്യജയം സാധ്യമാകും. ചൊവ്വ, വ്യാഴം, ശനി എന്നിവ ഹനുമാന് പ്രാധാന്യമുള്ള ദിനങ്ങളാണ്. ആഗ്രഹം വായുവേഗത്തിൽ സാധിച്ചു തരുന്ന ഹനുമാൻ സ്വാമി. ഉദ്യോഗത്തിന് വേണ്ടി കഠിനമായി പരിശ്രമിച്ചിട്ടും കിട്ടാതിരിക്കുന്നവരും തന്റേതല്ലാത്ത കാരണത്താൽ തൊഴിൽ ക്ലേശം അനുഭവിക്കുന്നവരും വായുപുത്രനായ ഹനുമാനെ പ്രാർത്ഥിക്കുന്നത് ഉത്തമമാണ്. രാമഭക്തനായ ഹനുമാൻ സ്വാമി ഭക്തന്റെ ആഗ്രഹം വായുവേഗത്തിൽ സാധിച്ചു തരും എന്നാണ് വിശ്വാസം. ഓം ശ്രീ വജ്രദേഹായ രാമഭക്തായ വായുപുത്രായ നമോസ്തുതേ. ഈ മന്ത്രം ക്ഷേത്രദർശന വേളയിൽ ഭക്തിയോടെ ജപിക്കുന്നത് തൊഴിൽ തടസ്സം നീങ്ങാൻ ഉത്തമമാണ്. ഹനുമത് പ്രീതി നേടിയ ഭക്തന് വീര്യം, ഓജസ്, ബുദ്ധികൂർമ്മത എന്നിവ സ്വായത്തമാകുമെന്നാണ് വിശ്വാസം.